എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. കൂർക്കയും പോർക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഉരുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉരുളി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ നാടൻ റെസിപ്പി ആയി കാരണം വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ഉത്തമം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്തത്. അപ്പോൾ കടുക് ഫുൾ പൊട്ടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ കറിവേപ്പില ഞാൻ ചേർത്തു. അതിനുശേഷം കറിവേപ്പില ഒന്ന് വഴന്നു വന്നപ്പോൾ അതിലേക്ക് 1 കുടം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയാണ് ചേർത്തത്. അത് നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്തു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പച്ചമുളകാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് കൊടുക്കും നമ്മുടെ കറിക്ക് കേട്ടോ. ഒരു നാടൻ വിഭവമാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇതില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് അങ്ങാടിമുളക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതും നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായി വഴന്നപ്പോൾ ഒരു 2 സബോളയാണ് ഞാൻ ചേർത്തത്, നീളത്തിലരിഞ്ഞത് കേട്ടോ. അത് നന്നായിട്ട് നമുക്ക് വഴറ്റി വരണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തു കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് വരികയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ കൂർക്കേനെ വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളാക്കി നുറുക്കിയ കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ പോർക്കും വലിയ കഷ്ണങ്ങളാക്കിയത് ഞാൻ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും. അത് ചെറിയ പീസുകളല്ല, വലിയ പീസുകളിൽ പോർക്ക് നുറുക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ വേവിക്കാനായിട്ട്. അതിനുശേഷം നമ്മുടെ സബോളയൊക്കെ വഴന്നു വന്നപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തു കേട്ടോ. അതുപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയെ കാരണമാണ് ഞാനൊരു 1.5 ടീസ്പൂൺ ചേർത്തത്. അതിനുശേഷം 1 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം കേട്ടോ. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്തു. അതിനുശേഷം നന്നായിട്ട് വഴിച്ചെടുക്കുക കേട്ടോ. നമ്മൾ തീയെ പ്രത്യേകം ശ്രദ്ധിക്കണം. വിറകടുപ്പും കൂടി ആയ കാരണം കൊണ്ട് തീ എപ്പോഴും ഒരു കൺട്രോളായിരിക്കണം കേട്ടോ. നമുക്ക് ഗ്യാസുമേ ആകുമ്പോൾ നമുക്ക് സിമ്മാക്കാം, അതുപോലെ കൂട്ടണമെങ്കിൽ കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ വിറകടുപ്പിലാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴന്ന് ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്, കൊടംപുളി കേട്ടോ. ഈ കൊടംപുളി എന്തിനാണ് ചേർക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് പുളിയുടെ രസം ഒന്നും വരില്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോർക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോർക്കിൻ്റെ ആ നെയ്യ് അതിൻ്റെ ഒരു മട്ടിപ്പ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ അതേ കൂർക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ കൂർക്ക നമ്മളിതിലേക്ക് ചേർക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സബോളയും എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കൂർക്കേനെ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. കൂർക്ക ഇതിലിട്ടതിന് ശേഷം നമ്മളൊരു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ കൂർക്കേനെ വേവിച്ചെടുത്തിട്ടുള്ളത്. അതും കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുത്തത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ പോർക്കും ഇതേപോലെ വേവിച്ചത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ചൊരു 1/2 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുകയാണ്. കാരണം ഈ കൂർക്കയും പോർക്കും പിന്നെ നമ്മളുണ്ടാക്കിയ മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി നോക്കാം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയെ പിടിക്കാണ്ടിരിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. പിന്നെ പോർക്കൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വയറിന് ശരിയാവില്ല. അത് കാരണം കൊണ്ട് നന്നായിട്ട് വേവണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ അടിപൊളി കൂർക്കയും പോർക്കും തയ്യാറായി. വളരെ സിമ്പിളാണ് കേട്ടോ ഈ റെസിപ്പി. പിന്നെ വിറകടുപ്പിലായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇരിക്കും തോറും നല്ല കറുത്ത കളറിലായിട്ട് നമ്മുടെ പോർക്കിറച്ചി ഉണ്ടാവുക. അപ്പോൾ കണ്ട നല്ല കനലിലാണ് ഇനിയിപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.